وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരി, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ ആദ്യമേ ഉണർത്തുക. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ. വിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. കണക്കില്ലാത്ത പ്രതിഫലമാണ് ആ നോമ്പിന്, റമദാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ, അഥവാ അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസിൽ, ഖാല അല്ലാഹ് കുല്ലു അമലി ബിനി ആദമ ലഹു, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്, ഇല്ല സുയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലി, അതെനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നോമ്പിനെ എടുത്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ആ നാളുകളിൽ വിശുദ്ധ ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്താൻ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അസ്സുയാമു വൽ ഖുർആനു യശ്ഫിആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നോമ്പും ഖുർആനും ആ അടിമക്കു വേണ്ടി നോമ്പ് നോറ്റതിൻ്റെ ഫലമായി, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ ഫലമായി നാളെ പരലോകത്ത് അവന് വേണ്ടി ശുപാർശകനായിട്ട് വരും എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ സാധിക്കും. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 29-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും രഹസ്യമായിക്കൊണ്ടും പരസ്യമായിക്കൊണ്ടും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്താൽ യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് അവർ ആശിക്കുന്നത് എന്നതാണ്. അപ്പോൾ വലിയൊരു പ്രതിഫലമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹറഫാണ് ഒരാൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ അതിനും വലിയ പുണ്യമാണ്, പ്രതിഫലമാണ് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. വല്ലവനും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനിൽ നിന്ന് ഒരു ഹറഫ് പാരായണം ചെയ്താൽ അവനൊരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംതാലിഹ, ആ നന്മയാകട്ടെ 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹറഫുൻ, നിങ്ങൾ അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹറഫായിട്ട് നിങ്ങൾ കൂട്ടേണ്ടതില്ല. വലാകിൻ അലിഫുൻ ഹറഫുൻ, അലിഫ് ഒരു ഹറഫാണ്, വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ, ലാമും മീമും ഒക്കെ ഓരോ ഹറഫുകളായിട്ട് നിങ്ങൾ കൂട്ടുക. മാത്രമല്ല സഹോദരങ്ങളെ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥത്തോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതും ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അത് മനഃപ്പാഠമാക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല, പരിശുദ്ധ റമളാനാണ് നമ്മിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ റമളാനിൽ ഇങ്ങനെയുള്ള ഖുർആൻ പാരായണവും മനഃപ്പാഠമാക്കലും അതിൻ്റെ അർത്ഥം പഠിക്കലുമൊക്കെ റമളാനിലാകുമ്പോൾ ഏറ്റവും വലിയ പുണ്യമായിട്ട് അത് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി
ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം ഈ റമദാനിൽ നാം ആ ഒരു നിലക്ക് നമ്മൾ ധന്യമാക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام في الكون ينحسر الظلام ونفوسنا